Hi friends, എൻ്റെ സെമിനാർ ടോപ്പിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ ഫ്ലക്ച്വേഷൻസ് ഇൻ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിൾ ആണ്. അപ്പോൾ നമുക്കറിയാം മൂന്ന് എൻസെമ്പിൾസ് ആണുള്ളത്: മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ, കനോണിക്കൽ എൻസെമ്പിൾ ആൻഡ് ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിൾ. മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൽ എനർജിയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ഫിക്സഡ് ആണ്, അതായത് അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക് എനർജിയോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസോ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ കനോണിക്കൽ എൻസെമ്പിളിൽ എനർജി സറൗണ്ടിങ്സിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ്, അതായത് 0 to ഇൻഫിനിറ്റി വരെ അത് അവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടാം. അതുപോലെ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിലേക്ക് വരുമ്പോൾ ബോത്ത് എനർജി ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആർ എക്സ്ചേഞ്ച്. 0 to ഇൻഫിനിറ്റി വരെ അതും എക്സ്ചേഞ്ച് ചെയ്യപ്പെടാം. മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. അങ്ങനെയാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. കനോണിക്കലിൽ അതൊരു ക്ലോസ്ഡ് ആണ്, ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിൽ അതൊരു ഓപ്പൺ സിസ്റ്റമാണ്. ആദ്യത്തേതിൽ എനർജിയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ഫിക്സഡ് ആണ്, രണ്ടാമത്തേതിൽ എനർജി മാത്രം എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. ഗ്രാൻഡ് കനോണിക്കലിലെ എനർജിയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ ഫ്ലക്ച്വേഷൻ കൺസിഡർ ചെയ്യുന്നത് ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിൻ്റെയാണ്. അപ്പം ഫ്ലക്ച്വേഷൻ എന്താണ്? അതിലുള്ള വേരിയബിൾസ് ആണ്, അതിലുള്ള വേരിയേഷൻ വരുന്നതാണ്. ഇപ്പോൾ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിൽ എന്തൊക്കെയാണ് വേരിയബിൾസ് ഉള്ളത്? എനർജിയും ഉണ്ട്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ഉണ്ട്. ഇനി നമ്മൾ ഈ മൂന്ന് സിസ്റ്റത്തിനെയും എന്തെങ്കിലും ഒരു ട്രീറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഈ മൂന്ന് സിസ്റ്റത്തിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് മൂന്നിനും സെയിം ആയിരിക്കും. ഇതിന് കാരണം ഇതിൻ്റെ റിലേറ്റീവ് ഫ്ലക്ച്വേഷൻസ് നെഗ്ലിജിബിൾ ആയതുകൊണ്ടാണ്. അതായത് ഈ മൂന്നും നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ഇതിൽ ചെയ്യുകയാണെങ്കിൽ ഈ മൂന്നിലും തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് സെയിം ആയിരിക്കും കിട്ടുന്നത്. അതായത് റിലേറ്റീവ് ഫ്ലക്ച്വേഷൻസ് ഈ മൂന്നിൻ്റെയും നെഗ്ലിജിബിളി സ്മോൾ ആയതുകൊണ്ടാണ്. ആദ്യത്തെ മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ എടുക്കുമ്പോഴും എനർജി ഫിക്സഡ് ആണ്, പക്ഷേ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. പക്ഷേ എനർജിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഫ്ലക്ച്വേഷൻ അവിടെ ഇൻഫൈനൈറ്റ്ലി സ്മോൾ ആണ്. E-delta/2 ടു E+delta/2 വരെയാണ് അവിടെ എനർജിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ നടക്കുന്നത്. അത് ഇൻഫൈനൈറ്റ്ലി സ്മോൾ ആണ്. അതുപോലെ തന്നെ കനോണിക്കലായാലും ഗ്രാൻഡ് കനോണിക്കലായാലും അവിടെ ഉണ്ടാകുന്ന റിലേറ്റീവ് ഫ്ലക്ച്വേഷൻ നെഗ്ലിജിബിളി സ്മോൾ ആണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഈ മൂന്നിനെയും ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെർമോഡൈനാമിക്കൽ പാരാമീറ്റേഴ്സ് സെയിം ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിലെ ഈ റിലേറ്റീവ് ഫ്ലക്ച്വേഷൻസ് നെഗ്ലിജിബിൾ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എടുക്കുന്ന നമ്മൾ ഏതൊക്കെയാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസും എനർജിയുടെയും ഫ്ലക്ച്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് രണ്ടും സ്മോൾ ആണെന്ന് നമുക്ക് കാണിക്കണം. അതായത് റിലേറ്റീവ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതിന് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് പാർട്ടിക്കിൾ ഡെൻസിറ്റി n ആണ്. അപ്പോൾ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ ഐ എക്സ് ഐ പി ഐ എന്ന് പറയുന്ന ഒരു മീൻ ആവറേജ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഒരു ക്വാണ്ടിറ്റി എക്സ് എടുക്കുകയാണ്, അതിൻ്റെ മീൻ ആവറേജ് വാല്യൂ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഐ പി ഐ എന്ന് കൺസിഡർ ചെയ്യുകയാണ്. പി ഐ ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് വേരിയബിൾ എക്സ് ടേക്ക് വാല്യൂ എക്സ് ഐ. ഇനി ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിൽ ഈ പ്രോബബിലിറ്റിയുടെ വാല്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പി ആർ എസ് ഈക്വൽ ടു e⁻⁻α nr ബീറ്റ ഇ എസ് ബൈ സിഗ്മ e⁻⁻α nr ബീറ്റ ഇ എസ്. ഇനി നമ്മൾ ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യാണ്. അത് n ബാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ n ബാർ എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻറ്റു ദിസ് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബബിലിറ്റിക്കുള്ള ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സിഗ്മ ആർ എസ് ഇക്വൽ ടു nr ഇൻറ്റു e⁻⁻nr ബീറ്റ ഇ എസ് ബൈ സിഗ്മ e⁻⁻α nr ബീറ്റ ഇ എസ്. ദിസ് ഇസ് ഇക്വേഷൻ 1. ഇനി ഈ ഇക്വേഷൻ 1നെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു ആൽഫ ബൈ കീപ്പിംഗ് ബീറ്റ ആൻഡ് ഡി എസ് ആസ് കോൺസ്റ്റൻറ്റ്. ഇനി ഇതെടുക്കുന്നത് ഇപ്പോൾ 1/xൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -1/x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എടുക്കുന്നത് പോലെ നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ളത് അവിടെ ഫിക്സ് ചെയ്യുക. nr ഇൻറ്റു e⁻⁻α nr ബീറ്റ ഇ എസ്. ഡിനോമിനേറ്ററിലുള്ളതിനെ എടുക്കുമ്പോൾ 1/σ e⁻⁻α nr ബീറ്റ ഇ എസ് സ്ക്വയർ ഇൻറ്റു ഇനി വിത്ത് റെസ്പെക്ട് ടു ആൽഫ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ -α nr എന്നുള്ള ടേമിലെ -nrഉം വരും, പിന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ആ ഫംഗ്ഷനും വരും. പ്ലസ് ഇനി നെക്സ്റ്റ് ന്യൂമറേറ്ററിലുള്ള ടേമിൻ്റെ ഡിഫറൻഷിയേഷൻ എടുക്കണം.
അപ്പോൾ സിഗ്മ ആർ എസ് എൻ ആർ ഇ റേസ് ടു മൈനസ് ആൽഫ എൻ ആർ മൈനസ് ബീറ്റ ഇ എസ് ഇൻറ്റു മൈനസ് എൻ ആർ ബൈ ഈ ഡിനോമിനേറ്റർ ടേം ഇവിടെ ഉള്ളത് അങ്ങനെ തന്നെ എടുത്തെഴുതി. സോ നമ്മളതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇനി നമ്മളിവിടെ കിട്ടിയിരിക്കുന്ന ഈ സ്ക്വയർ ടേം എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ടേം. സോ അതിൻ്റെ സ്ക്വയർ ആയിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതെന്തായിരുന്നു, ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എൻ ബാർ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതി. പിന്നെ ഇത് അതായത് എൻ ബാർ സ്ക്വയർ എന്ന് പറയുന്നത് എൻ സ്ക്വയർ ബാർ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് എൻ ആർ സ്ക്വയർ ആണ്. സോ അതിനെ എൻ സ്ക്വയർ ബാർ എന്ന് പറഞ്ഞ് എഴുതി. ഇനിയാണ് നമ്മൾ റിലേറ്റീവ് ഫ്ലക്ച്വേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഡെൽറ്റ എന്നിനെയാണ് നമ്മൾ ഫ്ലക്ച്വേഷൻ ഇൻ ക്വാണ്ടിറ്റി എൻ ആയിട്ട് പറയുന്നത്. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എൻ മൈനസ് എൻ ബാർ ആണ്. അപ്പോൾ ഒരു മീൻ വാല്യൂ എൻ ബാർ അറിയാമെങ്കിൽ നമുക്ക് ഫ്ലക്ച്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഡെൽറ്റ എൻ സ്ക്വയർ എന്ത് വരും, എൻ മൈനസ് എൻ ബാർ ദി ഹോൾ സ്ക്വയർ. അതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇനി മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൻ ബാർ ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഡെൽറ്റ എൽ സ്ക്വയറിന് പകരം ഡെൽറ്റ എൻ ബാർ സ്ക്വയർ കണ്ടുപിടിച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ടു എൻ ബാർ എന്നുള്ളത് ടു എൻ ബാർ ദി ഹോൾ സ്ക്വയർ വരും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പ്ലസ് എൻ ബാർ സ്ക്വയർ ഉണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ മൈനസ് എൻ ബാർ ദി ഹോൾ സ്ക്വയർ വരും. ഇനി ഇവിടെയും നമുക്ക് എൻ സ്ക്വയർ ബാർ മൈനസ് എൻ ബാർ ദി ഹോൾ സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത് ഇക്വേഷൻ 3യിൽ. പക്ഷേ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡോ എൻ ബാർ ബൈ ഡോ ആൽഫ ബീറ്റ ഇ എസും ഇതും, അതായത് ഇപ്പോൾ ഒരു മൈനസിൻ്റെ കുറവേ ഉള്ളൂ. അപ്പോൾ ഒരു മൈനസ് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും ഇക്വേറ്റ് ചെയ്ത് എഴുതാം. ഡെൽറ്റ എൻ ബാർ ദി ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ എൻ ബാർ ബൈ ഡോ ആൽഫ ടി വി. കോൺസ്റ്റൻറ്റ് ടി വി എഴുതാൻ കാരണം ബീറ്റ ഈക്വൽ ടു 1/kT ആണ്. സോ ഈ ഡിപ്പെൻഡ്സ് ഓൺ വി. അപ്പോൾ അതിനെ ബീറ്റേനെയും ഇനെയും മാറ്റി ടി വി എന്ന് എഴുതാം. ഇനി ആൽഫയ്ക്കുള്ള ഇക്വേഷൻ നമുക്കറിയാം, മൈനസ് മ്യൂ ബൈ കെ ടി, മ്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ കെ ടി. ഇനി ഡോ ബൈ ഡോ ആൽഫ എന്തൊക്കെ എഴുതാം, അപ്പോൾ മ്യൂവിൻ്റെ ടേംസിൽ എഴുതാം. അപ്പോൾ ഡോ ബൈ ഡോ മ്യൂ ഇൻറ്റു ഡോ ന്യൂ ബൈ ഡോ ആൽഫ ഈക്വൽ ടു ഡോ മ്യൂ ബൈ ഡോ ആൽഫ എന്ത് വരും, മ്യൂ ഈക്വൽ ടു മൈനസ് ആൽഫ കെ ടി ആണ്. അപ്പോൾ ഡോ മ്യൂ ബൈ ഡോ ആൽഫ ഈക്വൽ ടു മൈനസ് കെ ടി വരും ഇൻറ്റു ഡോ ബൈ ഡോ മ്യൂ. ഇനി ഡെൽറ്റ എൻ ബാർ സ്ക്വയറിലേക്ക് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡോ ബൈ ഡോ ആൽഫയ്ക്ക് പകരം മൈനസ് കെ ടി ഡോ ബൈ ഡോ ന്യൂ കൊടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി. അതിന് 4a എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ 4a അനുസരിച്ച് നമ്മൾ റിലേറ്റീവ് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് സ്മോൾ എൻ വിച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ബൈ ക്യാപിറ്റൽ വി ആണ്. അപ്പോൾ ഡെൽറ്റ, അതായത് റിലേറ്റീവ് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എന്ന് പറയുമ്പോൾ റിലേറ്റീവ് ആണ് പറയുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ ഒരു എൻ സ്ക്വയർ ബാർ കൂടി വേണം, സ്മോൾ എൻ സ്ക്വയർ ബാർ. അപ്പോൾ അതെങ്ങനെ എഴുതാം, ഡെൽറ്റ എൻ ബാർ ദി ഹോൾ സ്ക്വയർ ബൈ എൻ ബാർ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഈ ക്യാപിറ്റൽ എന്നിൻ്റെ, അതായത് ഡെൽറ്റ സ്മോൾ എൻ ബാറിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ എഴുതാണ്, മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എഴുതാണ്. ഡെൽറ്റ എൻ ബാർ സ്ക്വയർ ബൈ വി. അതുപോലെ താഴെ ഈ സ്മോൾ എൻ സ്ക്വയർ ബാറിൻ്റെ എഴുതാണ് വി ഗെറ്റ് ക്യാൻസൽ. ഇനി ഡെൽറ്റ എൻ ബാർ സ്ക്വയർ ബൈ എൻ ബാർ സ്ക്വയർ വരും. ഇനി ഇവിടെ നിന്ന്, അതായത് ഇക്വേഷൻ 4ൽ നിന്നും ഡെൽറ്റ എൻ ബാർ സ്ക്വയർ എന്ത് എഴുതാം, കെ ടി ഇൻറ്റു ഡോ എൻ ബാർ ബൈ ഡോ ന്യൂ എഴുതാം. ഇവിടെ ഓൾറെഡി ഒരു എൻ ബാർ സ്ക്വയർ ഉണ്ട്. ഇനി നമ്മളൊരു പുതിയൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, വോളിയം പെർ പാർട്ടിക്കിൾ. അതായത് സ്മോൾ വി ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വി ബൈ എൻ ബാർ. അപ്പോൾ എൻ ബാർ എന്ത് എഴുതാം, ക്യാപിറ്റൽ വി ബൈ സ്മോൾ വി. ഇനി ഡോ എൻ ബാർ ബൈ ഡോ മ്യൂ എന്തെഴുതാം ഇതിൽ നിന്നും, അതായത് എൻ ബാറിന് പകരം ക്യാപിറ്റൽ വി ബൈ സ്മോൾ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, അതായത് ഈ ഇക്വേഷൻ വഴി ഫിക്സഡ് ടെമ്പറേച്ചറും വോളിയവും ആണ്. അപ്പോൾ ക്യാപിറ്റൽ വി അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആക്കിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നും ഈ ഇക്വേഷനിൽ നിന്നും ക്യാപിറ്റൽ വി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഡോ ബൈ ഡോ മ്യൂ ഓഫ് 1 ബൈ സ്മോൾ വി വരും. അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് ഇങ്ങനെ എഴുതാം.
അപ്പോൾ ഡെൽറ്റ എൻ ബാർ ബൈ എൻ ബാർ സ്ക്വയർ, അതായത് ഡെൽറ്റ എൻ ബാർ ദി ഹോൾ സ്ക്വയർ ബൈ എൻ ബാർ സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ കിട്ടും? മൈനസ് കെ ടി ബൈ, സോൾവ് ചെയ്ത് കഴിയുമ്പോൾ മൈനസ് കെ ടി ബൈ വി ഇൻറ്റു ഡോ സ്മോൾ വി ബൈ ഡോ മ്യൂ ഇൻറ്റു ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. തെർമോഡൈനാമിക്സ് റിലേഷനിൽ നിന്നും നമുക്കറിയാം ഹെംഹോൾട്സ് ഫ്രീ എനർജി എഫ് ഇസ് ഇക്വൽ ടു ജി മൈനസ് പി വി, വെർ ജി ഈസ് ദി ഗിബ്സ് ഫ്രീ എനർജി. അതിനുള്ളൊരു ഇക്വേഷൻ തന്നെയാണ് ജി ഈസ് ഇക്വൽ ടു മ്യൂ എൻ, മ്യൂ ഇസ് ദി കെമിക്കൽ പൊട്ടൻഷ്യൽ. അപ്പോൾ അത് കൊണ്ടുപോയി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഡി എഫ് ഇസ് ഇക്വൽ ടു ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ ഇക്വേഷൻ 6 കിട്ടും. ഇനി എഫിനുള്ള വേറൊരു ഇക്വേഷനാണ് യു മൈനസ് ടി എസ്, അതിൻ്റെയും ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ ഡി യു മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്ന് നമുക്ക് ഇൻറ്റേർണൽ എനർജിക്കുള്ള ഇക്വേഷൻ അറിയാം. ഈ ഇൻറ്റേർണൽ എനർജിക്കുള്ളത് അതിന് മുന്നുള്ള ഡി എഫ് ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഈ 6ഉം 7ഉം ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. മൈനസ് എസ് ഡി ടി ഈക്വൽ ടു എൻ ഡി ന്യൂ മൈനസ് വി ഡി പി എന്ന് പറയുന്ന ഇക്വേഷനാണ് കിട്ടുന്നത്. അതിനെ ഒരു എൻ വെച്ച് ഡിവൈഡ് ചെയ്ത് അത് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ന്യൂ വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബൈ എൻ ഡി പി മൈനസ് എസ് ബൈ എൻ ഡി ടി കിട്ടും. ഇനി വി ബൈ എൻ, ക്യാപിറ്റൽ വി ബൈ എൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ വി ആണ്, സ്മോൾ വി ഇൻറ്റു ഡി പി മൈനസ് എസ് ഡി ടി. ഇനി ടെമ്പറേച്ചർ ഫിക്സ്ഡ് ആണെങ്കിൽ എസ് ഡി ടി എന്നുള്ള ടേം ക്യാൻസൽ ആകും. അപ്പോൾ ഡി ന്യൂ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി പി എന്ന് എഴുതാം. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതിൽ ഡോ സ്മോൾ വി ബൈ ഡോ മ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഡോ മ്യൂവിന് പകരം, അതായത് ഇവിടെ ഡി മ്യൂ ആണുള്ളത് വിച്ച് ഇസ് ഈക്വൽ ടു സ്മോൾ വി ഇൻറ്റു ഡി പി. അപ്പോൾ ഈ സ്മോൾ വി ഇൻറ്റു ഡി പി എന്നുള്ളത് ഈ ഡോ മ്യൂവിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഡോ സ്മോൾ വി ബൈ സ്മോൾ വി ഇൻറ്റു ഡി പി വരും. അത് കൊണ്ടുപോയി നേരത്തെ ഉള്ള ഇക്വേഷനിലെ മൈനസ് കെ ടി ബൈ വി ഇൻറ്റു, അതായത് ഡോ സ്മോൾ വി ബൈ ഡോ ന്യൂവിന് പകരം ഈ 1 ബൈ സ്മോൾ വി ഇൻറ്റു ഡോ സ്മോൾ വി ബൈ ഡോ പി എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക. എന്നിട്ട് ഡോ ന്യൂ നമുക്ക് അതിനുശേഷം ഈ മൈനസ് സൈനോട് കൂടി നമ്മൾ മൈനസ് 1 ബൈ സ്മോൾ വി ഇൻറ്റു ഡോ സ്മോൾ വി ബൈ ഡോ പി എന്നുള്ളതിനെ കൈ ടി എന്ന് പറയാണ്. where chi T is the isothermal compressibility of the system. ഈ chi T എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് n ആണ്. അപ്പോൾ അതെന്ത് പ്രോപ്പർട്ടിയാണ്? അതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ആൻഡ് ഓൾസോ chi T ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വോളിയം, ഇൻഡിപെൻഡൻറ്റ് ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇനി റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇവിടെ കിട്ടിയതിൽ നിന്നും ഡെൽറ്റ എൻ ബാർ ദി ഹോൾ സ്ക്വയർ ബൈ എൻ ബാർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഫാക്ടർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതായത് വോളിയത്തിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് എഴുതാം? നമുക്ക് 1/n എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ, മൊത്തത്തിലുള്ള റൂട്ട് എടുക്കുകയാണെങ്കിൽ n⁻⁻½ വരും. ഈ കേസിൽ തന്നെ, അതായത് നമ്മൾ എൻസെമ്പിളിലേക്ക് കിടക്കുമ്പോൾ ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫ്ലക്ച്വേഷൻസ് എന്തായിരിക്കും? ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിലുള്ള ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഡെൻസിറ്റിയിലുള്ള ഫ്ലക്ച്വേഷൻ എന്തായിരിക്കും? നെഗ്ലിജിബിൾ ആയിരിക്കും. ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ കിട്ടിയത്. അതായത് ഇവിടെ വോളിയമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ വോളിയമാണ് വന്നത്. പക്ഷേ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റെൻസീവ് ഫാക്ടറാണ്. എക്സ്റ്റെൻസീവ് എന്ന് വെച്ചാൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ്, മാറ്ററിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് കിട്ടി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഫ്ലക്ച്വേഷൻ വെരി സ്മോൾ ആണെന്ന് കിട്ടി. പക്ഷേ ഇതിനൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അത് ഫേസ് ട്രാൻസിഷൻ്റെ കേസിലാണ്. അതിപ്പോൾ ഒരു ഗ്യാസ് സ്റ്റേറ്റിൽ നിന്നും ഒരു ലിക്വിഡ് സ്റ്റേറ്റിലേക്കുള്ളൊരു ഫേസ് ട്രാൻസിഷൻ കൺസിഡർ ചെയ്യാം. അതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റിൽ വെച്ച് അവിടെ ഒരു ഫ്ലറ്റനിങ് ആണ് നടക്കുന്നത്. ആ ഫ്ലറ്റനിങ് ടൈമിൽ ഡോ പി ബൈ ഡോ വി 0 ആയിരിക്കും. പക്ഷേ ഡോ വി ബൈ ഡോ പി എന്താണ്? ഇൻഫിനിറ്റി ആയിരിക്കും. ആ ടൈമിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്താണ്? ലാർജർ ആണ്. അല്ലെങ്കിൽ
ലാർജ് ഫ്ലക്ച്വേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ വോളിയം ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഡോ വി ബൈ ഡോ പി ഇൻഫിനിറ്റിയിലേക്ക് കടക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഫ്ലക്ച്വേഷൻ വളരെ കൂടുതലായിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഫ്ലക്ച്വേഷൻ ഇൻ എനർജി ആണ്. നേരത്തെ കൺസിഡർ ചെയ്തതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ക്വാണ്ടിറ്റി എക്സ് ബാർ കൺസിഡർ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഇ ബാർ കൺസിഡർ ചെയ്യാണ്. ഇ ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ എസ് പി ആർ എസ്. പി ആർ എസിനുള്ള ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 11 കിട്ടും. അതിനെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ബീറ്റയാണ്. നമ്മൾ പാർട്ടിക്കിൾ ഡെൻസിറ്റിയിൽ ചെയ്തത് എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ആൽഫ ആയിരുന്നു, ബൈ കീപ്പിംഗ് ബീറ്റ ആൻഡ് ഇ എസ് ആസ് ദി കോൺസ്റ്റന്റ്. ഹിയർ പാർട്ടിക്കിൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ബീറ്റയാണ്, ബൈ കീപ്പിംഗ് ആൽഫ ആൻഡ് എൻ ആർ ആസ് ദി കോൺസ്റ്റന്റ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡിഫറൻസിയേഷൻ ചെയ്യുക. ഇനി ഇവിടെ ഉള്ള ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഫ്ലക്ച്വേഷൻ ഇൻ എനർജി ഡെൽറ്റ ഇ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഇ ബാർ ആണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഇക്വേഷൻ 13 കാണിച്ചിരിക്കുന്നത് പോലെ ഡെൽറ്റ ഇ ബാർ ദി ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ഇ ബാർ ബൈ ഡോ ബി ബൈ കീപ് ഇസഡ് ആൻഡ് വി. ഇസഡ് ഈസ് ദി ഫുഗാസിറ്റി ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ബീറ്റ എന്ന് പറയുന്നത് 1/kT ആണ്. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു എന്ത് വരും, 1/kb. അപ്പോൾ ബീറ്റ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി. സോ ഡോ ബൈ ഡോ ബീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് ഡോ ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ ബീറ്റ എന്ത് വരും, -1/ബീറ്റ സ്ക്വയർ. സോ അതെങ്ങനെ എഴുതാം, ഡോ ടി ബൈ ഡോ ബീറ്റ എന്ന് പറയുന്നത് 1/k ഇൻറ്റു -1/ബീറ്റ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ടി വരും. അപ്പോൾ അതിനെ ഫിക്സ് ചെയ്ത് എഴുതി. അതായത് 1/kb എന്ന് പറയുന്നത് ടി ആണ്, പിന്നെ അവിടെ ഒരു ബീറ്റ കൂടി വരും, അപ്പോൾ ഒരു കെ ടി കൂടി കൊടുത്തു, ഡോ ബൈ ഡോ ടി. അപ്പോൾ -kT/ഡോ/kT. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം, ഇക്വേഷൻ 13 അനുസരിച്ച് ഡോ ഇ ബാർ ദി ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ബീറ്റേനെ -kT² ഡോ ബൈ ഡോ ടി എഴുതി. മൈനസ് അവിടെ ഉണ്ടായിരുന്നത് കട്ടായി KT² ആയി. ഡോ ബൈ ഡോ ടി ഓഫ് ഇ ബാർ വരും. നമ്മളിവിടെ ഇ ബാറിന് പകരം യു ആണ് കൊടുക്കുന്നത്. യു ഇസ് സെയിം ആസ് ഇ ബാർ, ആവറേജ് എനർജി ആണ്. ഇനി ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാണ്. ഡോ യു ബൈ ഡോ ടീനെ എങ്ങനെ എഴുതാം, ഡോ യു ബൈ ഡോ ടി ഇൻറ്റു എൻ ബി പ്ലസ് ഡോ യു ബൈ ഡോ എൻ ടി വി ഇൻറ്റു ഡോ എൻ ബൈ ഡോ ടി സെഡ് ബി അറ്റ് കോൺസ്റ്റൻറ്റ് സെഡ് ബി. ഇനി ഈ അതായത് നമ്മളിവിടെ ഡെൽറ്റ ഇ ബാർ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു KT² ഡോ യു ബൈ ഡോ ടി ആണ് വന്നത്. അപ്പോൾ ഇനി അടുത്തത് നമുക്കിവിടെ ഡോ യു ബൈ ഡോ ടിയെ കിട്ടിയുള്ളൂ. സോ ഡെൽറ്റ ഇ ബാർ ദി ഹോൾ സ്ക്വയർ കിട്ടാനായിട്ട് ഈ ഡോ യു ബൈ ഡോ ടീനെക്കുള്ള ഈ ഐഡൻറ്റിറ്റീനെ ത്രൂ ഔട്ട് KT² വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി KT² ഡോ യു ബൈ ഡോ ടി എൻ വി, അതായത് ഈ ഡോ യു ബൈ ഡോ ടി എൻ വി എന്ന് വെച്ചാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. സോ ഈ ഡോ യു ബൈ ഡോ ടിക്ക് പകരം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ലാസ്റ്റ് ടേം, അതായത് ഇക്വേഷൻ 15 കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് ടേമിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻ ബാർ ഈക്വൽ ടു എൻ എന്നാണ് എടുക്കുന്നത്. ഒരു സീറ്റ ടേംസിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാണ്. ഇത് ഇക്വേഷനാണ്. -ഡോ ബൈ ഡോ ആൽഫ ഇൻറ്റു ln സീറ്റ. സീറ്റ എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഇ ബാറും എഴുതി. -ഡോ ബൈ ഡോ ബീറ്റ ഇൻറ്റു ln സീറ്റ അറ്റ് കോൺസ്റ്റൻറ്റ് ആൽഫ ആൻഡ് വോളിയം. ഇനി ഈ ഇക്വേഷൻ 16 രണ്ടിൻ്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. എൻ ബാറിന് വിത്ത് റെസ്പെക്ട് ടു ബീറ്റയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്, ഇ ബാറിന് വിത്ത് റെസ്പെക്ട് ടു ആൽഫ. അപ്പോൾ രണ്ടും നമുക്ക് ഇക്വേഷൻ 17 പോലെ വന്നു. പാർഷ്യൽ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് ഓർഡർ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഡോ എൻ ബൈ ഡോ ബീറ്റയും ഡോ യു ബൈ ഡോ ആൽഫയും ഈക്വൽ ആണ്. നമ്മൾ ഇക്വേഷൻ 18 പോലെ ഇക്വേറ്റ് ചെയ്തു. ഇനി ഈ ഡോ എൻ ബൈ ഡോ ബീറ്റ എന്നുള്ളതിൽ ഡോ ബൈ ഡോ ബീറ്റ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, -KT² ഡോ ബൈ ഡോ ടി. ഡോ യു ബൈ ഡോ ആൽഫ എന്നുള്ളതിൽ ഡോ ബൈ ഡോ ആൽഫ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, -KT ഡോ ബൈ ഡോ മ്യൂ. സോ അത് രണ്ടും ഇക്വേറ്റ് ചെയ്യാണ്. 18 നമുക്ക് എങ്ങനെ എഴുതാം, ഇക്വേഷൻ 18 -KT² ഡോ എൻ ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് Z and B equal to -KT ഡോ യു ബൈ ഡോ ന്യൂ അറ്റ് കോൺസ്റ്റൻറ്റ്
ടി ആൻഡ് വി. സോ ഒരു ടി ഇപ്പുറത്തേക്ക് വരുന്നു. സോ ഡോ എൻ ബൈ ഡോ ടി സെഡ് വി ഈക്വൽ ടു 1/t ഡോ യു ബൈ ഡോ ന്യൂ അറ്റ് ടി വി. ഇനി ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ കിട്ടിയ ഈ റിസൾട്ട് നമ്മൾ നേരത്തെ ഉള്ള ഡെൽറ്റ ഇ ബാർ ദി ഹോൾ സ്ക്വയറിൽ അപ്ലൈ ചെയ്യാണ്. ഇവിടെ ഉള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഇക്വേഷൻ 15ലേക്ക് അപ്ലൈ ചെയ്യാണ്. അതായത് ഇവിടെ ഒരു കെ ടി സ്ക്വയർ ആയിരുന്നു, പക്ഷേ ഈ ഡോ യു ബൈ ഡോ എൻ ഇൻറ്റു ഡോ എൻ ബൈ ഡോ ന്യൂന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡോ എൻ ബൈ ഡോ ടിക്ക് പകരം 1/t ഇൻറ്റു ഡോ യു ബൈ ഡോ മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇങ്ങനെ. സോ നെക്സ്റ്റ് ഒരു ഐഡൻറ്റിറ്റി കൂടി യൂസ് ചെയ്യാണ്. ഡോ യു ബൈ ഡോ മ്യൂ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം വിച്ച് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എൻ ഇൻറ്റു ടി വി കൺസിഡർ ചെയ്യാണ്. ഇൻറ്റു ഡോ എൻ ബൈ ഡോ മ്യൂ ടി വി. ഇനി ഇക്വേഷൻ 4a നിന്നും നമുക്ക് കിട്ടുന്നതാണ് ഡോ എൻ ബാർ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു കെ ടി ഇൻറ്റു ഡോ എൻ ബാർ ബൈ ഡോ മ്യൂ. അത് ഈ ഡോ എൻ ബാർ ബൈ ഡോ ന്യൂവിന് പകരം, അതായത് ഇപ്പോൾ ഇവിടെ എന്നും എൻ ബാറും ഈക്വൽ ആണ്. സോ നമുക്കിവിടെ എന്ത് എഴുതാം? 1/kt ഇൻറ്റു ഡോ എൻ ബൈ ഡോ ന്യൂവിന് പകരം 1/kt ഇൻറ്റു ഡെൽറ്റ എൻ ബാർ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഡെൽറ്റ ഇ ബാർ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ടി സ്ക്വയർ ഇൻറ്റു സി വി പ്ലസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് വരും. അതായത് ഓൾറെഡി അവിടെ ഒരു ഡോ യു ബൈ ഡോ എൻ ഉണ്ടായിരുന്നു, ഇതുകൂടി ചേരുമ്പോൾ ദി ഹോൾ സ്ക്വയർ ആയി ഇൻറ്റു ഡെൽറ്റ എൻ ബാർ ദി ഹോൾ സ്ക്വയർ. സോ മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി കിട്ടുന്നത് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ഓഫ് കനോണിക്കൽ എൻസെമ്പിൾ പ്ലസ് ഒരു ഫാക്ടർ കൂടിയാണ്. പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഫാക്ടർ കൂടി വരുന്നു വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫ്ലക്ച്വേഷൻ ഇൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഡെൻസിറ്റിയിലുള്ള ഫ്ലക്ച്വേഷനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടു പാർട്ടിക്കിൾ ഡെൻസിറ്റിയിലുള്ള ഫ്ലക്ച്വേഷൻ നെഗ്ലിജിബിൾ ആണ്. സോ ഈ ഒരു ഫാക്ടറാണ് അതിലേക്ക് വരുന്നത്. അതും എന്താണ്? കനോണിക്കൽ എൻസെമ്പിളിലുള്ളതും നെഗ്ലിജിബിൾ ആണ്. സോ നമുക്ക് കിട്ടി മെഷർമെൻറ്റ് അല്ലെങ്കിൽ മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ഇൻ എനർജി എന്ന് പറയുന്നത്, അതായത് ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിലെ റിലേറ്റീവ് ഫ്ലക്ച്വേഷൻ ഇൻ എനർജി എന്ന് പറയുന്നതും സ്മോൾ ആണ്. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഡെൽറ്റ എൻ ബാർ ദി ഹോൾ സ്ക്വയർ ആണ്. അത് സ്മോൾ ആയതുകൊണ്ട് ഒബ്വിയസ്ലി ഇതും സ്മോൾ ആണ്. ഫ്ലക്ച്വേഷൻ ഇൻ എനർജിയും സ്മോൾ ആണ്. എന്താണ്? The energy in grand canonical ensemble is equal to the value it would have in the canonical ensemble plus a contribution arising from the fact that now the particle number n is also fluctuating under ordinary circumstance. അപ്പോൾ അവിടെ ഉള്ള പാർട്ടിക്കിൾ ഡെൻസിറ്റി അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഡെൻസിറ്റിയിലുള്ള ഫ്ലക്ച്വേഷൻ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഡെൽറ്റ എൻ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെയും എനർജി ഫ്ലക്ച്വേഷൻ നെഗ്ലിജിബിൾ ആണ്. പക്ഷേ എക്സെപ്ഷണൽ കേസ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസ് ട്രാൻസിഷൻ്റെ കേസിലാണ് വരുന്നത്. അതും കാരണം ഈ ഡെൽറ്റ എൻ ബാർ ദി ഹോൾ സ്ക്വയർ എന്നുള്ള ഈ സെക്കൻഡ് ടേം കാരണമാണ്. കാരണം ഡെൽറ്റ എൻ ബാർ ദി ഹോൾ സ്ക്വയർ ഫേസ് ട്രാൻസിഷൻ്റെ കേസിൽ ലാർജ് ആണ്. താങ്ക് യു.